തലസ്ഥാന നഗരിയിൽ ഇന്നലെ നടന്ന അതിക്രൂര കൂട്ടക്കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടും നാട്ടുകാരും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂടാണ് 23-കാരനായ അഫാൻ എന്ന യുവാവ് തന്റെ കുടുംബാംഗങ്ങളും പെൺസുഹൃത്തുമടക്കം 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പ്രതിയുടെ സഹോദരൻ, പെൺസുഹൃത്ത്, പിതാവിന്റെ അമ്മ, ബന്ധുക്കളായ 2 പേർ എന്നിവരാണ് അഫാന്റെ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നവർ. അഫാന്റെ ആക്രമണത്തിന് ഇരയായ മാതാവ് ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ വൈകിട്ടോടെ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി പേരുമല സ്വദേശിയായ അഫാൻ ക്രൂരകൃത്യം പോലീസിനെ അറിയിച്ചതോടുകൂടിയാണ് തലസ്ഥാനത്തെ നടുക്കിയ കൂട്ടക്കുരുതിയുടെ വിവരങ്ങൾ പുറത്തറിയുന്നത്. 3 വീടുകളിലായി 6 പേരെ കൊലപ്പെടുത്തിയതായാണ് യുവാവ് നൽകിയ മൊഴി. അഫാന്റെ പിതൃമാതാവ് സൽമ ബീവി, പ്രതിയുടെ അനുജൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അഫാന്റെ മാതാവ് ഷെമിയാണ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കുമിടയിലാണ് 5 പേരെയും അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. പേരുമല, ചുള്ളാളം, പാങ്ങോട് എന്നീ 3 സ്ഥലങ്ങളിലായാണ് കൊലപാതകം നടന്നത്. കൂട്ടക്കൊലപാതകം നടത്തുന്നതിനായി ഏതാണ്ട് 30 കിലോമീറ്ററിലേറെ പ്രതി സഞ്ചരിച്ചിട്ടുണ്ട്. മാതാവിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ക്രൂരകൃത്യത്തിന്റെ തുടക്കം. മാതാവിന്റെ കഴുത്തിൽ ഷാൾ കുരുക്കിയ ശേഷം നിലത്തേക്കെറിഞ്ഞു. തലയിടിച്ച് ബോധരഹിതയായ മാതാവിനെ മുറിക്കുള്ളിലാക്കിയ ശേഷം പ്രതി പോയത് പാങ്ങോടുള്ള പിതൃമാതാവിന്റെ വീട്ടിലേക്കാണ്. ആഭരണം ചോദിച്ച് തർക്കമായതോടെ സൽമ ബീവിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി. ശേഷം പെൺസുഹൃത്ത് ഫർസാനയുടെയും സഹോദരന്റെയും ജീവനെടുത്തു. കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണിപ്പോൾ. ക്രൂര കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റം ഏറ്റുപറഞ്ഞത്. അഫാന്റെ പിതാവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വെഞ്ഞാറമ്മൂട്ടിലെ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നത്. പ്രതി അഫാനെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഫർസാനയുമായി ജീവിക്കാൻ പണമില്ലാഞ്ഞത് പ്രധാന കാരണമാണെന്നും പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ട്. കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ വീട്ടിൽ നിന്നും അഫാന് പണവും ലഭിച്ചിരുന്നില്ല. ഇതെല്ലാം കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണിപ്പോൾ പോലീസ്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കേസിൽ പ്രതി അഫാന്റെ മൊഴി തന്നെയായിരിക്കും ഇനി നിർണായകമാവുക. അതേസമയം ചികിത്സയിലുള്ള ഷെമിക്ക് മൊഴി നൽകാനായാൽ അതാകും ഈ കേസിലെ ഏറെ വഴിത്തിരിവായി മാറുക. നിലവിൽ കൊല്ലപ്പെട്ട 5 പേരുടെയും മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫർസാനയുടേതൊഴികെ 4 പേരുടെയും കബറടക്കം താഴെ പാങ്ങോട് മുസ്ലിം ജുമാ മസ്ജിദ് പള്ളിയിൽ നടക്കും.